പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഞാൻ കണ്ടു. ഇപ്പോൾ ലോകമെമ്പാടും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 820 കോടി ജനങ്ങളാണുള്ളത്. അതായത് ലോകത്തിൻ്റെ മൊത്തം ജനസംഖ്യ 820 കോടിയിലധികം ഉണ്ട്. ഇതിൽ ഡോളർ ടൈംസിൽ മില്യണർ ആയിട്ടുള്ളവർ. എന്താണ് ഡോളർ ടൈംസിൽ മില്യണർ? ഇപ്പോൾ നമുക്ക് 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 8.5 CR, അതായത് 8.5 കോടി രൂപയുടെ സമ്പാദ്യമുള്ള ആൾക്കാരുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.6 കോടി ജനങ്ങളാണ്. അതായത് 820 കോടിയിൽ 5.6 കോടി ജനങ്ങൾ, അതായത് ടോട്ടൽ ലോക ജനസംഖ്യയുടെ 0.7% ആണ് ഇപ്പോൾ ഡോളർ ടൈംസിൽ മില്യണർ ആയിട്ടുള്ളവർ. ഇതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 820 കോടി ജനങ്ങളിൽ ഇപ്പോൾ US-ൻ്റെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 35 കോടിയാണ്. അതായത് ലോകമെമ്പാടുമുള്ള മൊത്തം മില്യനേഴ്സിൽ ഏകദേശം 40% വരുന്നത് ഈ പറഞ്ഞ US-ൽ നിന്നാണ്. US-ൻ്റെ ഈ 35 കോടിയിൽ നിന്നാണ് 40% വരുന്നത്. ബാക്കി വരുന്ന ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 35 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതിൽ നിന്നാണ് ബാക്കി 60% ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 145 കോടിയാണ്. അതായത് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. ഈ 145 കോടിയിൽ ഇപ്പം നമ്മൾ സംബന്ധിച്ച് ഡോളർ ടൈംസിൽ മില്യണർ ആയിട്ടുള്ള ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 0.06%. ഇത്തരം പേര് മാത്രമേ ഇന്ത്യയിൽ ഈ ക്രോർപതി, അതായത് മില്യനേഴ്സ് ഡോളർ ടൈംസിൽ മില്യനേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 10 വർഷം കൊണ്ട് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോളറിന് 85 രൂപയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അത് ചുരുങ്ങിയത് ഒരു 100 രൂപ ആകും എന്ന് നമ്മൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഇപ്പം താങ്കളെ സംബന്ധിച്ച് ഒരു 10 കോടി രൂപയുടെ സമ്പാദ്യം നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള 1% ഗണത്തിലേക്ക് പെടാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഇന്ത്യയിലത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള 0.1%, അതായത് 1000-ൽ-1 മാറാനുള്ള ഒരു അവസരമാണ് താങ്കൾക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തന്നെ ഇതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി കമ്മ്യൂണിറ്റി ടിപ്സ് പവർഡ് ബൈ ഡൈസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസൺ ഡൈസ്. തോമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗ് ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ മിഷൻ 2035 എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 കോടിപതി നിക്ഷേപരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിൽ തന്നെ 100 കോടി നിക്ഷേപമുള്ള 100-ലധികം ഇൻവെസ്റ്റേഴ്സ്, 10 കോടി മേലെ നിക്ഷേപമുള്ള 1000 ഇൻവെസ്റ്റേഴ്സ്, 1 കോടി മേലെ നിക്ഷേപമുള്ള 10,000 ഇൻവെസ്റ്റേഴ്സ്. ഇതാണ് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഞങ്ങളെ ലക്ഷ്യം. ഇപ്പം എനിക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2035 ഇപ്പം ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഞങ്ങൾ ഓർഗനൈസേഷനിലുള്ളവർ ഈ 3 കാറ്റഗറിയിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ. അതായത് ഇപ്പോൾ ഡയസ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ 2035 ഏകദേശം മിനിമം ഒരു 100 കോടിയെങ്കിലും ഏറ്റവും മിനിമം 100 കോടിയെങ്കിലും നെറ്റ് വർത്ത് ഡയസ് ഇൻവെസ്റ്റിന് ആ സമയത്തുണ്ടാകും. എൻ്റെ ഒരു പേഴ്സണൽ വെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത്, അതായത് 2035 ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഞാൻ പറഞ്ഞു 10 കോടി എന്ന് പറയും, 10 കോടിക്ക് 100 കോടിക്ക് ഇടക്ക് ആ ഒരു ടൈമിൽ ഞാൻ പേഴ്സണലായിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം എൻ്റെ ടീം മെമ്പേഴ്സിൽ പലരും അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഈ ഒരു കാറ്റഗറിയിലേക്ക് എത്തും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് അടുത്തൊരു 10 വർഷം കൊണ്ട് 10 കോടി സമ്പാദ്യം നേടുക. അപ്പോൾ ഈ 10 കോടി സമ്പാദ്യം നേടാൻ താങ്കൾ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 1% ഗണത്തിലേക്ക് താങ്കൾക്ക് പെടാൻ സാധിക്കും. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.1% ഗണത്തിൽ പെടാൻ താങ്കൾക്ക് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് 10 കോടി സമ്പാദ്യം 10 വർഷത്തിനുള്ളിൽ നേടണമെങ്കിൽ ഓൺ ആൻ ആവറേജ് ഇപ്പോൾ ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഏകദേശം ഒരു 3.25 crore, അതായത് ഒരു 3.25 കോടി രൂപ താങ്കൾ നിക്ഷേപിക്കുന്നു. അടുത്ത 10 വർഷം താങ്കൾ മറന്നു കളയുന്നു. താങ്കൾക്ക് ഒരു 12% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട്
10 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി സപ്പോസ് താങ്കളെ സംബന്ധിച്ച് ഇതിപ്പോൾ ഓപ്ഷൻ 1 ആണ്. ഇനി താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഒറ്റയടിക്ക് ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ താങ്കളുടെ വൈഫ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വരുമാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മന്ത്ലി SIP എന്ന് പറഞ്ഞൊരു മെത്തേഡ് എടുക്കാം. ഇപ്പോൾ താങ്കൾക്ക് ഏകദേശം ഒരു 4.25 lakh പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള 1% ഗണത്തിലേക്ക് താങ്കൾക്ക് പെടാൻ സാധിക്കും. ഈ സപ്പോസ് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ 4.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാനില്ല. എന്നാൽ എല്ലാ വർഷം എന്നോളം താങ്കൾക്ക് കുറച്ച് എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് SIP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാ വർഷവും ഇപ്പോൾ ഒരു 10% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ 3 ലക്ഷം രൂപയിൽ നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം എല്ലാ വർഷവും ഒരു 10% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തിക്കും ഇപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള 1%ലേക്ക് അടുത്ത 10 വർഷത്തിനുള്ളിൽ എത്താൻ സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു മിക്സ്ഡ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 1.5 കോടി രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കി തുക താങ്കൾ ഒരു മന്ത്ലി SIP ഏകദേശം ഒരു 2 ലക്ഷം രൂപ വെച്ച് ഒരു മന്ത്ലി SIPയും കൂടി താങ്കൾ ചെയ്യുകയാണെങ്കിൽ താങ്കളെ സംബന്ധിച്ചും അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 1% ഗണത്തിലേക്ക് പെടാൻ സാധിക്കും. ഈ ഒരു ഗണത്തിലേക്ക് താങ്കൾക്ക് എത്തിപ്പെടുക എന്നത് ഡിസിഷൻ എടുക്കേണ്ടത് താങ്കളാണ്. ഒരു കാരണവശാലും ഡിസിഷൻ എടുക്കാൻ വേണ്ടി താങ്കളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ഒരു തരത്തിൽ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ താങ്കൾ ഈ ഒരു ഡിസിഷൻ എനിക്ക് ഈ 1% ഗണത്തിലേക്ക് പെടാൻ ആഗ്രഹമുണ്ട്, ഞാൻ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും എന്ന് തീരുമാനിച്ചാൽ ഇപ്പം ഞങ്ങളൊരു മിഷൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ 2035 1000 ഇപ്പോൾ 10 കോടി മേലെയുള്ള 1000 നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരു വ്യക്തി താങ്കളായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം എല്ലാ ആഴ്ചകളിലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തോമിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സുഹൃത്തുക്കളെ, ഡൈസ് ഇൻവെസ്റ്റ് എന്ന സ്ഥാപനം കഴിഞ്ഞ 18 വർഷമായി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. സമൂഹത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെടുത്താൻ ഈ സ്ഥാപനം കാരണമായി തീർന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 7 വർഷമായി ഞാനും ഈ ഡൈസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്തു വരുന്നു. ഈ സ്ഥാപനത്തിലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാലം ഇനിയും മുന്നോട്ട് പോകാൻ സർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.